നമസ്കാരം മക്കളെ. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണ് തൈര് കറി. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ തയ്യാറാക്കി കഴിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. ചോറ് കഴിക്കാൻ ഇതിൽ പരം വേറെ കറിയൊന്നുമില്ല, അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. അപ്പോൾ തൈര് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ തൈര് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കറി ഉണ്ടാക്കി കൊടുത്താൽ മുതിർന്നവരായാലും കൊച്ചുകുട്ടികളായാലും ഇത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. വീണ്ടും വീണ്ടും അവർ ഇതേ രീതിയിലുള്ള കറി ഉണ്ടാക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 3 പഴുത്ത തക്കാളി, നല്ല പഴുപ്പുള്ള തക്കാളിയാണ്, ചെറുതായതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സവാള, 2-3 ചെറിയ ഉള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് എരിവിനായിട്ട് ചേർക്കാൻ ഞാൻ ഈ ഇത്തരം വട്ടിമുളക് അല്ലെ കർണം പൊട്ടി മുളക് എന്നൊക്കെ പറയും, ഏത് മുളകായാലും എടുക്കാം. നമുക്കിപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് ഞാൻ ഇത് എടുത്തതൊരു നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഒരു പിഞ്ച് മല്ലിയിലയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു 300 ഗ്രാം കണക്കാക്കി നല്ല കട്ടി തൈരാണ്. അധികം പുളി കുറവുള്ള, അധികം പുളി ഉള്ളതായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ പുളി കുറഞ്ഞുള്ളതാകുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ പാത്രത്തിലോട്ട് പകർന്നപ്പോൾ ഇത് ഉടഞ്ഞാണ് കേട്ടോ, നല്ല കട്ടി തൈരാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കറിക്കായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിനി ഈ തക്കാളി 4 നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. 4 ഇതിൻ്റെ പൾപ്പോട് കൂടി തന്നെ നല്ല പൾപ്പുള്ളതാണ്, ഒന്നുകൂടെ നല്ലതാണ്. ഇതിപ്പം വലിയ പൾപ്പുള്ളതല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 പച്ചമുളക് 4 കീറി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി പച്ചമുളക് നമുക്ക് ഇതിനാവശ്യമുണ്ട്, പിന്നീട് എടുക്കാം. അപ്പം ഈ 2 പച്ചമുളക് ഇതിനകത്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി തൈരും ഈ പച്ചമുളകും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പിന്നീട് നമുക്ക് ചേർക്കാം. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഇതിനകത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പം ഈ തൈരിൻ്റെ ആ പുളിയും ആ ടേസ്റ്റും അല്ല ഈ തക്കാളിക്കകത്തും പച്ചമുളകിനകത്തും നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റ്, കറിയുടെ ഹൈലൈറ്റാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കൂട്ടിക്കുഴച്ച് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്കിതിൽ ചേർക്കാനുള്ള സവാളയും നമ്മൾ നല്ല ചോപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇതേ രീതിയിൽ 3-4 ആയിട്ട് കുറുകെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് 4 കീറി എടുത്തിട്ടുണ്ട്. നമുക്കിനി ചട്ടി അടുപ്പിൽ വെച്ചു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ പൊട്ടിക്കഴിയുമ്പം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകവും പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ കടുക് പെട്ടെന്ന് പൊട്ടുമല്ലോ, അതുകൊണ്ടാണ് 3ാമത് ചേർക്കുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കും. ചെറിയ ഉള്ളി നമ്മുടെ ഏത് കറിക്കും താളിപ്പിന് ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി ഇട്ടങ്ങ് മൂപ്പിക്കുവാണ്. ആദ്യം നമുക്ക് ഇഞ്ചിക്ക് നല്ല മൂപ്പുള്ളത്, അപ്പോൾ ഇഞ്ചി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പം നമ്മളിതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കും. വറ്റൽമുളകും ചേർത്ത് അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് നന്നായിട്ടങ്ങ് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സവാള പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴട്ടാം ഇതിലിട്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കൈവിടാതെ ഇളക്കി നമ്മളിത് വഴട്ടി മൂപ്പിക്കണം. നമുക്കിത് ക്രിസ്പി ആവണ്ട. അപ്പം വഴന്ന് മൂത്ത് വേണം വരാൻ. അങ്ങനെ ഇതെല്ലാം വഴന്ന് മൂത്ത് ഏകദേശം ആയി കഴിയുമ്പം, വഴന്ന് വെന്ത് കഴിയുമ്പം നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടണം ഈ കറി കൂട്ടുമ്പോഴേ. ഈ സമയത്ത് നമ്മളിത് കണ്ടില്ലേ എല്ലാം നല്ല വഴന്ന് വെന്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മളൊരു 4 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. വീണ്ടും കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതായിരുന്നു, കുറച്ച് പച്ചമുളക് ചേർത്താൽ മതി. ഇതിപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മുളകാണ് കേട്ടോ, ചോറിനും മഞ്ഞടി കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. അപ്പോൾ ഇതിലേക്ക് ഇനിയും ഇതെല്ലാം മൂത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ തന്നെ കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ കൂട്ടി വെച്ചിരുന്നില്ലേ തക്കാളിയും പച്ചമുളകും കൂടെ തൈരിനകത്ത് കൂട്ടി വെച്ചിരുന്ന ആ കൂട്ട് നമുക്ക് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പം ഇതിനകത്ത് ചൂടോടെ ചേർത്ത് കൊടുത്താലൊന്നും പിരിയത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഹൈലൈറ്റാണിത്. അപ്പം നമ്മൾ ഇതിനകത്തിട്ട് ഈ താളിപ്പ് കൂട്ടിനകത്തിട്ട് ഇതൊന്ന് വഴട്ടുന്നുണ്ട് കേട്ടോ. വഴട്ടുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ചൊങ്ങും.
അധികം ചൊങ്ങത്തില്ലെങ്കിലും നല്ല പച്ചയായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം മക്കളെ. പിന്നെ ഇങ്ങനെ നമ്മൾ ദിവസവും ചെയ്യൂ. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഇളക്കിയിട്ട് നമ്മളിനി സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമ്മുടെ ഈ ഇത്രയും തൈരൊന്നും പിരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ ഇത്. ഇനി നമ്മളിത് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ഉടച്ച് വെച്ചാൽ അല്ലാതെ നമ്മൾ ഉടയ്ക്കത്തില്ല കേട്ടോ. സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടയ്ക്കത്തേയുള്ള ആ തൈര് നമ്മൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. ഇതാണ് നല്ലത് കേട്ടോ. ഈ ടെക്സ്ചറിൽ വേണം നമ്മുടെ തൈര് ഇരിക്കാൻ. അധികം വെള്ളം വേണ്ട. പിന്നെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ വെള്ളം ചേർത്താലും കുഴപ്പമില്ല. ഈ തൈരിൻ്റെ അതേ ഈ കൊഴുപ്പോട് കൂടി തന്നെ നമ്മളിതങ്ങ് കൂട്ടിപ്പരട്ടി എടുക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ തൈര് കറി കാണാൻ തന്നെ നല്ല ഭംഗി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. തൈര് അധികം പുളിയില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അതൊന്ന് പുളിയും ആ എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് ഈ സമയത്ത് ഞാനൊരു പിഞ്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. മല്ലിയിലയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇരട്ടി ഉണ്ടാകും കേട്ടോ. ഇപ്പോഴാണ് ഞാൻ പഞ്ചസാര ചേർത്തത് പറയാൻ നേരത്തെ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് കൂട്ടി ഇളക്കി നമ്മുടെ ടേസ്റ്റി തൈര് കറി ഇവിടെ റെഡിയായി. ഉപ്പുമൊക്കെ നോക്കി പാകത്തിന് ഉപ്പുണ്ട്. നല്ല ടേസ്റ്റാണ് മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം മക്കളെ. തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അമ്മ അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഹൈപ്പ് എന്ന ഒരു ഇതും കൂടെ ചെയ്യണം. ഓളെന്ന ഓപ്ഷനിൽ കൊടുങ്ങെങ്കിൽ അമ്മയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ നണ്ട തോരനും ഒരു വറുത്തമീനും ഒരു മീൻകറിയും ഇതെല്ലാം കൂടെ കൂട്ടി ഈ തൈര് കറി ഒഴിച്ച് ആസ്വദിച്ചെണ്ണ മുളകൊക്കെ കൂടെ ഉടച്ച് ഞാൻ കഴിക്കുകയാണ് കേട്ടോ മക്കളെ. അപ്പം ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സഹായിക്കണം. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം മക്കളെ.